എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. റവ കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത നല്ല കിടിലനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ റവ എടുത്ത അതേ പാത്രത്തിന് തന്നെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവ നന്നായി കുതിർന്ന് ആ വെള്ളമൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഞുറുക്കിയതിട്ട് കൊടുക്കാം. പകുതി പച്ചമുളക് ചെറുതായി ഞുറുക്കിയതിട്ട് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത അതേ പാത്രത്തിന് തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഈ വെള്ളം സൈഡിലൊക്കെ പോയി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി ഇത് വെന്ത് കിട്ടും. ആ സമയം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നന്നായി തണുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റവ കൊണ്ട് തയ്യാറാക്കിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള 4 മണി പലഹാരം. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതായത് കണ്ടില്ലേ, പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.